എറണാകുളം 3 കല്ലിൽ 61-കാരിയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി രാജേഷ് കേരളം വിട്ടെന്ന സൂചന. ആഭരണങ്ങൾ മോഷ്ടിക്കാനാണ് കൊലപാതകമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ സംഭരണിക്കുള്ളിൽ നിന്ന് വെങ്ങൂർ സ്വദേശിയായ ശാന്തയുടെ മൃതദേഹം ലഭിച്ചത്. ലിഡിയ ജേക്കബ് തുടരുന്നുണ്ട്. ലിഡിയ, ഊന്നുകല്ലിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ സംസ്ഥാനത്തിന് പുറത്തേക്കും അന്വേഷണം വ്യാപിപ്പിക്കേണ്ടി വരുമെന്ന് പോലീസ് പറയുന്നു. പ്രതിയെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ലിഡിയ? കഴിഞ്ഞ ദിവസമാണ് കോതമംഗലം ഊന്നുകല്ലിൽ ആൾതാമസമില്ലാത്ത വീടിന്റെ മാലിന്യ ടാങ്കിനുള്ളിൽ ശാന്ത എന്ന് പറയുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയിരുന്നത്. തുടർന്ന് ഈ മൃതദേഹത്തിൽ നിന്നും 12 പവനോളം സ്വർണ്ണമടക്കം നഷ്ടപ്പെട്ടതായിട്ട് കൂടി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശാന്തയുടെ പരിചയക്കാരനായിട്ടുള്ള ഒരു യുവാവ് അടിമാലി സ്വദേശിയായിട്ടുള്ള രാജേഷാണ് പ്രതി എന്നാണ് പോലീസ് കരുതുന്നത്. അത്തരത്തിലാണ് രാജേഷിലേക്ക് അന്വേഷണം നീങ്ങുന്നത്. രാജേഷിനായി കഴിഞ്ഞ ദിവസം തന്നെ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. അടുത്ത ജില്ലകളിലൊക്കെ സമീപത്തുള്ള ജില്ലകളിലും സമീപത്തുള്ള സ്ഥലങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള പരിശോധന പോലീസ് നടത്തിയിരുന്നു. രാജേഷ് ജോലി ചെയ്യുന്ന ഹോട്ടലിലടക്കം പരിശോധനയും കാര്യങ്ങളും ഒക്കെ നടത്തി. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മനസ്സിലാവുന്നത് രാജേഷ് കേരളം വിട്ടു എന്നുള്ളതാണ്. ഈ മരിച്ച വ്യക്തിയുമായി അല്ലെങ്കിൽ കൊല്ലപ്പെട്ട വ്യക്തിയുമായി രാജേഷിന് കുറച്ച് വർഷങ്ങളായി അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ഇത്തരത്തിൽ സ്വർണത്തിന് വേണ്ടിയിട്ടാണ് സ്വർണവും പണവും മോഷ്ടിക്കാനാണ് കൊലപാതകം നടത്തിയത് എന്നാണ് കരുതുന്നത്. രാജേഷ് കേരളം വിട്ടു എന്ന് തന്നെയാണ് സൂചന. അങ്ങനെയാണെങ്കിൽ അത് സംബന്ധിച്ച് അന്വേഷണം കൂടുതൽ സംസ്ഥാനങ്ങളിലേക്ക് അടക്കം വ്യാപിക്കാനൊരു നീക്കം കൂടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ശരി, ലിഡിയ ജേക്കബാണ് വിവരങ്ങൾ നൽകിയത്.